ഹായ് ബ്രോസ്, ഇത് സെൽഫി യുഗമാണ്. നമ്മൾ ഓരോരുത്തരും വിധവിധമായ തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് നേരെ അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ ആ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ നമ്മൾ മാത്രമാണോ ഉള്ളത്? നമ്മളെ കൂടാതെ മറ്റൊരാൾ, അദൃശ്യമായി അമാനുഷികനായ മറ്റൊരാൾ കൂടി ആ ഫോട്ടോയിൽ ഉണ്ടെങ്കിലോ? അത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഏതാനും ഫോട്ടോ ബോംബുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ചി ബ്രോസ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നതാണ് കണ്ടത്. ഇതിൽ സംശയം തോന്നിയ അയാൾ ഭാര്യയെ വെടിവെക്കുന്നു. ഭാര്യയും തന്നെ ആ വീട്ടിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു നിറവയറോടെ. അതിനുശേഷം ഓക്ക് ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് ഈ സ്ത്രീയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ ആരംഭിച്ചു. അവിടെ ലോജിക്കേ ഇല്ലാതെ അമാനുഷികമായ രീതിയിൽ പേടിപ്പെടുത്തുന്ന പലതും നടന്നതോടുകൂടി ഈ വിശ്വാസത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. അങ്ങനെ പാരാനോർമൽ ആക്ടിവിറ്റികൾ ചെയ്യുന്ന കുറച്ച് ആളുകൾ ആ ബ്രിഡ്ജിൽ റിസർച്ചിനായിട്ട് വരുന്നു. കണ്ണിന് കാണാൻ സാധിക്കാത്ത പല കാഴ്ചകളും ക്യാമറയ്ക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാരാനോർമൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നവരുടെ കയ്യിൽ ക്യാമറകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ക്യാമറകളായിരിക്കില്ല അവരുടെ കയ്യിൽ ഉണ്ടാവുക. അത് ഇൻസ്റ്റന്റ് ക്യാമറകളായിരിക്കും. അതായത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫോട്ടോ പ്രിന്റായി വരുന്ന തരത്തിലുള്ള ക്യാമറകൾ. ഇത്തരം ക്യാമറകൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഉപയോഗിച്ചോ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ ഒരു തരത്തിലുള്ള ഫ്രോഡ് പണികളും ഈ ഫോട്ടോയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ. അത്തരത്തിലുള്ള റിസർച്ചേഴ്സ് ഓക്ക് ബ്രിഡ്ജിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1940 സുന്ദരികളായ 2 ഇരട്ട പെൺകുട്ടികൾ ജനിക്കുന്നു. അവർ സഹോദരികൾ മാത്രമല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയായി വളരുന്നു. അങ്ങനെ 6-7 വയസ്സ് വരെ വളരെ സന്തോഷകരമായി പോയ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നാണത് സംഭവിച്ചത്. സഹോദരിമാരിൽ ഒരു പെൺകുട്ടി അസുഖം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഇത് മറ്റേ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സഹോദരി പെട്ടെന്ന് മരിച്ചു പോയിരിക്കുന്നു. അത് ആ പെൺകുട്ടിയെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. അങ്ങനെ ആ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് കരുതി എടുത്ത ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ആ അമ്മയ്ക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. ഇന്നും ആ സഹോദരികൾ ഒരുമിച്ച് തന്നെ ഉണ്ട് എന്ന്. പലതരത്തിലുള്ള ഫാമിലി ഫോട്ടോകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ഫോട്ടോ കാണുവാൻ യാതൊരു തരത്തിലുള്ള വഴിയുമില്ല. കാരണം ഈ ഫോട്ടോയിൽ കാണുന്ന മുത്തശ്ശന്റെ രൂപം വളരെ വിചിത്രമായതും ഭയാനകവുമായതുമാണ്. മാത്രമല്ല ആ ഫോട്ടോയിൽ തന്നെയുള്ള മുത്തശ്ശിയുടെ രൂപവും പ്രേതത്തെ പോലെ ഭയപ്പെടുത്തുന്നതാണ്. അതിൽ തന്നെ കാണുന്ന ആ കൊച്ചുകുട്ടിയുടെ രൂപവും തന്നെ വ്യത്യസ്തമല്ല. വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് ആ കൊച്ചു കുട്ടിക്കുമുള്ളത്. ഈ ഫോട്ടോ വളരെ പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെയാണെന്നോ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നോ ആർക്കും അറിയില്ല. ഇനി ഇവരുടെ മുഖം ഇങ്ങനെയാകാൻ കാരണം വല്ല ജനറ്റിക്കൽ പ്രശ്നങ്ങൾ വല്ലതുമാണ് എന്നുമുള്ളതും ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. 1979 ഒരു ഹസ്ബൻഡും വൈഫും കൂടി അവർ പുതുതായി വാങ്ങിയ വീട്ടിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു. ഭാര്യ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നോക്കിയതിനു ശേഷമാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഭാര്യ നിൽക്കുന്നതിനടുത്തായിട്ടുള്ള ഒരു ചെയറിൽ അവ്യക്തമായ ഒരു രൂപമിരിക്കുന്നു. മാത്രമല്ല ആ വീട്ടിൽ കുറച്ചു നാളായി ഭയപ്പെടുത്തുന്നതും അമാനുഷികവുമായ ചില പാരാനോർമൽ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. ആ ചെയറിൽ ഇരുന്നാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ആ വീടിന്റെ പഴയ ഓണർ ആത്മഹത്യ ചെയ്തത്. അയാൾ ഇന്നും ആ ചെയറിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്ന്. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറച്ചധികം കൂട്ടുകാർ ഒരുമിച്ച് നിന്നെടുക്കുന്ന ഒരു നോർമൽ ഫോട്ടോ. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഫോട്ടോയിൽ മറ്റു ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഫോട്ടോയിലുള്ള എല്ലാവരുടെയും കൈകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്.
എന്നാൽ അവസാനം നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആ ആൺകുട്ടിയുടെ സമീപത്ത് കാണുന്ന കൈ, അവകാശികളില്ലാത്ത ആ കൈയിൻ്റെ ഉടമസ്ഥനാരാണ്? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, പുറകിൽ നിൽക്കുന്ന ആ പയ്യന്റെ കൈകളാണല്ലോ അത് എന്ന്. പക്ഷെ ആ പുറകിൽ നിൽക്കുന്ന പയ്യന്റെ കൈകൾ രണ്ടും വ്യക്തമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഫോട്ടോയിലുള്ള എല്ലാവരുടെയും കൈകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാം. അപ്പോൾ അവിടെയുള്ള ആ എക്സ്ട്രാ കൈ ആരുടേതാണ്? ഇനി നിങ്ങൾ ഇത്രയും കാലം എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേക്ക്. ഒരുപക്ഷെ അമാനുഷികനായ അദൃശ്യനായ ഒരാൾ നിങ്ങളെയും നോക്കി ആ ഫോട്ടോയിൽ നിൽപ്പുണ്ടാക്കും. നിങ്ങൾ എത്ര പേർ വന്നാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഈ വീഡിയോന് താഴെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.